പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്, അതിലുപരി ഏറ്റവും സന്തോഷമുള്ളൊരു വേദി കൂടിയാണ്. ഏകദേശം കുറേ കാലം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ വളരെ നന്നായി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും ഇങ്ങനെ സംയുക്തമായിട്ട് ശ്രമിച്ചിങ്ങനെ ഏകദേശം 30 വർഷത്തോളം, എനിക്ക് തോന്നുന്നു 33 വയസ്സായതിനു മുമ്പേ കൊണ്ട് ഏകദേശം അത്രയും വർഷത്തോളമായിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഏറ്റവും കാര്യമായ രീതിയിൽ ഈ സന്തോഷം എന്ന് പറഞ്ഞത് അപർണോത്സവം എന്ന ഈ പേരില് ഈ ഒരു മുഴുവൻ നാടിന്റെ തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെയും ഏറ്റവും വലിയ സ്വപ്നത്തെയും ഇവർ സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. അപർണോത്സവം എന്ന ഉത്സവം ആക്കി നാടിന് വേണ്ടി കൊണ്ടുവന്നത് ഈ ഒരു സംവിധാനം. അതാണ് ഈ ക്ഷേത്രത്തെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി അവർ എത്തിച്ചു എന്നുള്ളത്. എല്ലാം ഈ പറയുന്ന 1-2 ആൾക്കാരെ കൊണ്ട് നടക്കുമെന്നല്ല, പക്ഷെ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും അധികം ഈ അവസാന ഭരണസമിതിയിലുള്ള ഒരുപാട് അംഗങ്ങൾ ഏറ്റവും അധികം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്തിട്ടാണ് അവർ ഇതിവിടെ വരെ എത്തിച്ചത്. ഈ വേദിയിൽ, ഈ അപർണോത്സവത്തിന്റെ വേദിയിൽ അവർക്ക് കൃത്യമായിട്ടും ഒരു അഭിനന്ദനം അറിയിക്കേണ്ടതാണ്. ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്റെ ഭാഗത്തു നിന്നും എന്റെ വ്യക്തിപരമായ അഭിനന്ദനം ഞാൻ ഇവിടുത്തെ എല്ലാ കമ്മിറ്റികളും അറിയിക്കുന്നു. ഒപ്പം ഇന്ന് ഇവിടെ ഈ വേദിയിലെ മുഖ്യ പ്രഭാഷകനായി, അതായത് ഇന്നത്തെ കേരള ചരിത്രവും നവോത്ഥാനം എന്ന കാര്യത്തെ പറ്റിയുള്ള മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ശങ്കുറ്റി ദാസാറിന് എത്തേണ്ടിരുന്നത്. പുള്ളിക്ക് വ്യക്തിപരമായ കുറച്ച് കാരണങ്ങൾ കാരണം എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് എം സതീഷ് ജിയാണ്. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം സംസ്ഥാന സഹപ്രചാർ പ്രമുഖാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരവപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ എന്നെ ഇവിടെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിളിച്ചെത്തിച്ചതിനും അതുപോലെ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങൾക്കും ഇവിടുത്തെ ഭരണസമിതിക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇനി ഈ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയി ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു എന്നല്ല, ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ആൾക്കാരുടെയും സജീവമായ സാന്നിധ്യം ഇതിൽ ഉണ്ടാവണം കൂടി എന്ന് അപേക്ഷിക്കുന്നു. ഈ നമ്മുടെ ഇതിനെപ്പറ്റി പറയുന്നതിന് വേണ്ടി, നമ്മുടെ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചോളൂ. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയമുള്ളവരെ, ഇതിൽ പറഞ്ഞേക്കുന്ന വിഷയം എനിക്ക് പറഞ്ഞിട്ടുള്ള വിഷയമല്ല, അത് ശങ്കുട്ടി ദാസിന് പറഞ്ഞ വിഷയമാണ്. അപ്പോൾ ശങ്കുവിന് ഇന്ന് ആണ് അവിചാരിതമായിട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. പിന്നെ ഒരു നിർബന്ധിതമായൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ സംഘാടകർ പറഞ്ഞു വന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ വന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാനൊരു പത്രത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. ജന്മഭൂമി എന്ന് പറയുന്ന പത്രം. 2-3 ദിവസമായിട്ട് ജന്മഭൂമി പത്രത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പൊതുവെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വലിയ ഉണർവുണ്ടാക്കുന്ന ഒരു മഹോത്സവം നടക്കുന്നു. നമ്മുടെ കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ ഒക്കെ ഈ ഗ്രാമത്തിലേക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ കൗതുകമുള്ളതും അപൂർവമായ സംഗതിയാണ് ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം. സാധാരണഗതിയിൽ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ഒരു തിമിർപ്പുണ്ട്. ആ തിമിർപ്പിനപ്പുറം പ്രശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ക്ഷേത്ര സന്നിധാനം ഒരുങ്ങുന്നു. ഒരു ഗ്രാമത്തിന് ഐശ്വര്യം പകരുമാറ് അത് തലയെടുത്ത് നിൽക്കുന്നു. അവിടുത്തെ ആദ്യത്തെ ഉത്സവത്തിന് അപർണോത്സവം എന്ന് പേര് നൽകപ്പെടുന്നു. കാലങ്ങളോളം തുടരും എന്ന് പറയാവുന്ന ഒരു പ്രഖ്യാപനത്തോടെ അത് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ഓരോ ക്ഷേത്രത്തിൻ്റെയും പിന്നിലൊരു ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ
പരാമർശിച്ച ഒരു കാര്യം വേലുത്തമ്പി ദളവയുടെ പേരാണ്. വേലുത്തമ്പിയെ തേടി എത്തിയ വെള്ളപ്പട്ടാളക്കാർ 7 നൂറ്റാണ്ട് മുമ്പ് തകർത്തു കളഞ്ഞതാണ് ഈ പുതിയിടത്ത് പാർവതി ദേവിയുടെ ആലയം എന്നുള്ളതാണ് അതിലെ ഒരു ചരിത്രപരമായ അംശമായിട്ട് കാണുന്നത്. അപ്പൊ അത് വായിച്ചപ്പോ വേലുത്തമ്പിയെ തേടിയെത്തിയ വെള്ളക്കാരെന്തിനാണ് ഒരു അമ്പലം തകർക്കുന്നത് എന്നൊരു സ്വാഭാവികമായ ഒരു ചോദ്യം സാധാരണഗതിയിൽ ഉയരേണ്ടതാണ്. എന്തിനാണ് വേലുത്തമ്പിയെ തേടിയെത്തിയത്? വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്, അഴിമതിക്കെതിരെ പോരാടിയിട്ടുണ്ട്, രാജ്യത്ത് സമ്പദ് സമൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിടികൂടണം, വധിക്കണം, ഇതൊക്കെ ഒരു സാമ്രാജ്യത്തിൻ്റെ ലക്ഷ്യമാണ്. അവരത് ചെയ്യുന്നതിന് എന്തിനാണ് ക്ഷേത്രം തകർത്തത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? വേലുത്തമ്പി ഈ ക്ഷേത്രത്തിൽ വന്ന് ഒളിച്ചിരുന്നു, വേലുത്തമ്പിയെ പിടികൂടാൻ പറ്റിയില്ല, അതുകൊണ്ട് തകർത്തു, അങ്ങനെയാണോ? ആ ചരിത്രം ഒരുപക്ഷെ കേരളത്തിൽ പലരും പറയാൻ മടിക്കുന്ന ചരിത്രമാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് വീരനായകന്മാർ, വേലുത്തമ്പി അടക്കമുള്ള വീരനായകന്മാരുണ്ടായിട്ടുണ്ട്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ആകെ വേലുത്തമ്പിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് 2 കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. എന്താണത്? വേലുത്തമ്പി നടത്തിയ വിളംബരം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുണ്ടറ വിളംബരം. പരീക്ഷയ്ക്ക് ചോദിക്കും, 1 മാർക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വേലുത്തമ്പി ദളവ. അപ്പോഴും 1 മാർക്ക് കിട്ടും. 1 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് പാഠപുസ്തകങ്ങളിൽ വേലുത്തമ്പി എന്നത്. ഈ വേലുത്തമ്പി നടത്തിയ കുണ്ടറ വിളംബരം എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഈ കുണ്ടറ വിളംബരം എന്താണ്? നമുക്കറിയോ? അതാണ് വേലുത്തമ്പിയുടെ ചരിത്ര പ്രാധാന്യം. എന്തിനാണ് വേലുത്തമ്പിയെ തേടിയെത്തുന്ന വെള്ളക്കാരൻ അമ്പലങ്ങൾ തകർക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം കുണ്ടറ വിളംബരത്തിലുണ്ട്. വേലുത്തമ്പിയുടെ ജീവിതത്തിലുടനീളം അതിനുള്ള ഉത്തരവുണ്ട്. വേലുത്തമ്പി പോയിടത്തെല്ലാം അദ്ദേഹം എവിടെയാണ് ആശ്രയം തേടിയത്, എവിടെയാണ് സാധന ചെയ്തത്, ഏത് ഈശ്വരന്റെ മുമ്പിലാണ് തലകുമ്പിട്ടത് എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരും. തലക്കുളത്ത് വലിയ വീട്ടിൽ വേലുത്തമ്പിയുടെ ഭരദേവതയാണ് ചാമുണ്ടേശ്വരി. അദ്ദേഹം ആ ചാമുണ്ടേശ്വരിയുടെ മുമ്പിൽ നിത്യപ്രാർത്ഥന നടത്തി, രാവിലെ കുളിച്ചു തൊഴുത് നിത്യപ്രാർത്ഥന നടത്തി ദിവസം ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വീരാഹുതി ചെയ്തത് ഒരു ചാമുണ്ടേശ്വരിയുടെ മുമ്പിലാണ്. നമുക്കറിയാം, മണ്ണടിക്കാവിൽ ചാമുണ്ടേശ്വരി ഭഗവതിയുടെ മുമ്പിൽ എന്റെ ഈ ശരീരം മ്ലേച്ഛന്മാർ തൊട്ട് അശുദ്ധമാക്കാതിരിക്കാൻ, മ്ലേച്ഛന്മാർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് വെള്ളക്കാരെ കുറിച്ചിട്ടാണ്. അവർ തൊട്ട് അശുദ്ധമാക്കാതിരിക്കാൻ അനുജനോട് പറഞ്ഞു, നീ എന്റെ തല വെട്ടിയെടുക്കണം, നീ എന്നെ വധിക്കണം. എന്തുകൊണ്ടാണ് വെള്ളക്കാർ വേലുത്തമ്പിക്ക് മ്ലേച്ഛന്മാരാകുന്നത്? അദ്ദേഹം കുണ്ടറ വിളംബരത്തിൽ കേരളത്തിലെ ജനങ്ങളെ, തിരുവിതാംകൂറിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പൊരുതേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് പരശുരാമ പ്രതിഷ്ഠിതമായ എൻ്റെ നാട് എന്നാണ്. അതിനപ്പുറം അദ്ദേഹം ഈ നാടിനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. 933 ആണ്ട് തീപ്പെട്ടുപോയ തമ്പുരാൻ തിരുമനസ് അദ്ദേഹത്തിന്റെ സർവസ്വത്തും സാമ്രാജ്യവും സാക്ഷാൽ ശ്രീ പത്മനാഭന്റെ തൃപ്പടിയിൽ സമർപ്പിച്ചു.
933 തീപ്പെട്ടുപോയ ആ മഹാരാജാവിന്റെ പേര് നമുക്കറിയാം. വേലുത്തമ്പി കുണ്ട്ര വിളംബരത്തിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ഈ രാജ്യം ശ്രീ പത്മനാഭന്റെ തൃപ്പടിയിൽ സമർപ്പിച്ചു. എന്നിട്ട് പത്മനാഭദാസനായി രാജ്യവിചാരം കൈക്കൊണ്ടു. അദ്ദേഹത്തിന്റെ ഈശ്വരന്റെ രാജ്യം ഞാൻ അങ്ങയുടെ അനുജ്ഞയാൽ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പത്മനാഭന്റെ ദാസനായി തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ മാറി. പൂവോടും നീരോടും കൂടിയാണ് അദ്ദേഹം രാജ്യം പത്മനാഭന് സമർപ്പിച്ചത്. എന്നിട്ട് വേലുത്തമ്പി ജനങ്ങളോട് പറയുന്നു, അദ്ദേഹം രാജ്യഭോഗ്യങ്ങൾ ഉപേക്ഷിച്ചു. ആര്? മാർത്താണ്ഡവർമ്മ. എന്നിട്ട് വ്രതനിഷ്ഠനായി ജീവിച്ചു. ആർക്കു വേണ്ടി? കുട്ടികൾക്ക് വേണ്ടി. കുട്ടികൾ മീൻസ്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ, പ്രജകൾ, ജനങ്ങൾ. കുട്ടികൾക്ക് ദുഃഖം വരാതിരിക്കാൻ അദ്ദേഹം ദുഃഖിച്ചു. കുട്ടികളുടെ സുഖത്തിന് കുറവുണ്ടാകാതിരിക്കാൻ അദ്ദേഹം ഈശ്വര ഭജനം ചെയ്തു, മുറജപം നടത്തി, അന്നസത്രം നടത്തി. അങ്ങനെ ഈശ്വരന്റെ നാടായ ഈ നാട്, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു മഹാരാജാവ് ഈശ്വരന് സമർപ്പിച്ച ഈ നാട്, ഈ നാട്ടിലേക്കാണ് ശുദ്ധിയും വൃത്തിയുമില്ലാത്ത ഈ വെള്ളപ്പരീക്ഷകൾ കടന്നു വന്നത്. അവർക്ക് അധിനിവേശത്തിന് അവകാശം കൊടുത്താൽ, അവർക്ക് ആധിപത്യത്തിന് അവകാശം കൊടുത്താൽ ക്ഷേത്രങ്ങൾക്ക് മുകളിൽ കുരിശും കൊടിയും നാട്ടും. ധർമ്മമില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ അഴിച്ചുവിടും. നമ്മുടെ ആഹാരത്തിനുള്ള ഉപ്പിനും പൂജയ്ക്കുള്ള കർപ്പൂരത്തിനും നമ്മൾ നികുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ വേലുത്തമ്പി ജനങ്ങളെ ആഹ്വാനം ചെയ്തത് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, സ്വന്തം ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ആ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഏതു നാട്ടിലെ പ്രജകളാണ്? നിങ്ങൾ ശ്രീപത്മനാഭന്റെ പ്രജകളാണ്. ശ്രീപത്മനാഭൻ ഒരു രാജ്യം സമർപ്പിച്ച രാജാവിന്റെ പ്രജകളാണ്. ശ്രീപത്മനാഭ രാജ്യത്തെയാണ് വെള്ളപ്പട്ടാളക്കാർ വേട്ടയാടുന്നത്. ഈ പ്രയോഗമാണ് വേലുത്തമ്പിയെ തേടിയെത്തുന്ന നമ്മുടെ വെള്ളക്കാർക്ക് അമ്പലങ്ങളോട് കലിയുള്ളാൻ കാര്യം. വേലുത്തമ്പി ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി, ആനന്ദവല്ലീശ്വരത്ത് ക്ഷേത്രം നിർമ്മിച്ചു. ഇങ്ങനെ എണ്ണമറ്റ കഥകൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. ഇനി അതിനപ്പുറം അദ്ദേഹം പറഞ്ഞ മാർത്താണ്ഡവർമ്മയുടെ കഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ചരിത്രം പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ 1 മാർക്കിൽ ഒതുങ്ങിപ്പോയ വീരപുരുഷന്മാരാണ് ഇവരൊക്കെ. ഈ മാർത്താണ്ഡവർമ്മയുടെ ഇതിഹാസം എന്താണ്? ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വൈദേശിക ശക്തി പരിപൂർണമായി യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിപൂർണമായി അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിലാണ്. ആ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഏതായിരിക്കും ആ യുദ്ധം? അറിയുമോ നിങ്ങൾക്ക്? കുളച്ചൽ യുദ്ധം. അപ്പൊ കുളച്ചൽ യുദ്ധം നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ എന്ന് പറയും. മാർത്താണ്ഡവർമ്മ നയിച്ച യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധം എന്നും പറയാം. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് പടയെ മുച്ചൂടും മുടിച്ചു. ഇനി ഒരിക്കലും ഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാവാത്ത വിധം ഡച്ചുകാരെ കടൽ കടത്തി ഓടിച്ചു. മാത്രമല്ല, ഡച്ച് സേനാനായകനായിരുന്ന ഡിലനോയിയെ പിടിച്ചുകെട്ടി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഡിലനോയി എന്ന സായിപ്പിനോട് മാർത്താണ്ഡവർമ്മ പറഞ്ഞു, നിന്റെ സൈനിക നേതൃത്വം ക്ഷേമമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അച്ചടക്കമൊക്കെ കൊള്ളാം. ഈ അച്ചടക്കം നമ്മുടെ സൈന്യത്തെ കൂടി ഒന്ന് പഠിപ്പിക്കണം. നിന്റെ ലെഫ്റ്റ് റൈറ്റ് പരിപാടികളിലെ അത് നമ്മളെ കൂടി പഠിപ്പിക്കണം. അങ്ങനെ തിരുവിതാംകൂർ സേനയെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. ആര്? ഡച്ച് പടയുടെ നായകനെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നു. ഇത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ സ്വർണത്താളിൽ എഴുതപ്പെടേണ്ടതല്ലേ?
പക്ഷെ എഴുതിയില്ല. മാർത്താണ്ഡവർമ്മ എന്ന ഇതിഹാസ നായകനെ കുറിച്ച് നമ്മുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തന്നില്ല. വേലുത്തമ്പിയുടെ പോരാട്ടത്തിന്റെ അകക്കാമ്പായിരുന്ന ഈ സ്വധർമ്മരക്ഷയെക്കുറിച്ച് നമ്മളോട് നമ്മുടെ ചരിത്രം പറഞ്ഞു തന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വേലുത്തമ്പിയെ കൂടാതെ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരുണ്ട്. ആരാണ്? വീരപ്പഴശ്ശി. നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മമ്മൂട്ടിയുടെ പടം വരും. വീരപഴശ്ശി എന്ന് വെച്ചാൽ മമ്മൂട്ടി ആണിപ്പോ. അദ്ദേഹം പഴശ്ശിരാജാവിന്റെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ആ പടമാണ് എല്ലായിടത്തും വരിക. ആ ലുക്കാണ്. വീരപഴശ്ശിയെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? വീരപഴശ്ശി ആരെയാണ് തോൽപ്പിച്ചത്? സാക്ഷാൽ വെല്ലസ്ലി പ്രഭുവിനെ. വെല്ലസ്ലി എന്ന് പറയുന്നത് ആരാണ്? ലോകത്ത് ഏറ്റവും ധീരനായ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കീഴടക്കിയ യുദ്ധവിശാരദൻ. അക്കാലത്ത് ലോകത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധ വിശാരദനായ വെല്ലസ്ലി പ്രഭുവിനെ വയനാടൻ മലയിടുക്കുകളിലെ പൊടിമണ്ണ് തീറ്റിച്ച ഗറില്ല യുദ്ധനായകനായിരുന്നു വീരപഴശ്ശി. വീരപഴശ്ശി എങ്ങനെയാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്തത്? നമ്മളിന്നെമ്പാടും കേൾക്കുന്നുണ്ടല്ലോ. മറാഠ സാമ്രാജ്യത്തിന്റെ അധിപൻ വീരശിവാജിയുടെ കഥകൾ നമുക്കറിയാം അല്ലേ? ഭവാനി ദേവിയുടെ തിരുമുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് മുഗളന്മാർക്കെതിരെ സമരത്തിനിറങ്ങിയ വീരശിവാജിയുടെ കഥ, ആ കഥ നമുക്കറിയാം. പക്ഷെ പോർക്കലി ഭഗവതിയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് വെള്ളക്കാർക്കെതിരെ പോരാടാൻ ഇറങ്ങിയ വീരപഴശ്ശിയുടെ കഥ നമ്മൾ അറിയാൻ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ അതുണ്ടായില്ല. മണത്തണ ഭഗവതി ക്ഷേത്രത്തിന് നേരെ തിരിച്ചുവെച്ച പീരങ്കികൾ നമ്മുടെ ധർമ്മത്തിനെതിരായ ശത്രുപ്പടയുടെ ആയുധങ്ങളാണ്. അത് നാം തകർത്തേ മതിയാകൂ എന്ന് പോർക്കലി ഭഗവതിയുടെ തിരുനടയിൽ നിന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇങ്ങനെ ഒരു ആഹ്വാനം പഴശ്ശി നടത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഴശ്ശി രാജാവായിരിക്കെ എഴുതിയ എല്ലാ നീട്ടുകളുടെയും അടിയിൽ തുല്യം ചാർത്തുമ്പോൾ എഴുതി വെച്ചൊരു വാചകമുണ്ട്: ശ്രീകൃഷ്ണ ജയം. ഈ നാട് ശ്രീകൃഷ്ണന് സമർപ്പിതമാണ്, ശ്രീകൃഷ്ണൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പഴശ്ശി അത് എഴുതി. പഴശ്ശിയുടെ പോരാട്ടം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ 1812 പഴശ്ശി വീണിട്ടും വയനാട്ടിലെ വനവാസി ജനത പോരാടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജാതി, അയിത്തം ഒക്കെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആ പൂർവ്വകാലത്തെ കുറിച്ച് ഇപ്പൊ പലരും പാടി നടക്കുന്നുണ്ട്. പക്ഷെ പഴശ്ശിയുടെ ജീവിതത്തിൽ, വേലുത്തമ്പിയുടെ ജീവിതത്തിലൊന്നും ഈ സംഗതി കണി കാണാൻ പോലുമില്ല. പഴശ്ശിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത് കുറിച്ചരും കുറുമരും അടങ്ങുന്ന വനവാസി ജനതയാണ്, ഗോത്രവർഗ ജനത. അവരോടൊപ്പം അദ്ദേഹം കഴിഞ്ഞു. അവരുടെ കൂടാരങ്ങളിൽ ഉറങ്ങി, അവർക്ക് സൈനികാഭ്യാസം നൽകി. അവർ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പൊരുതി. എടച്ചന കുങ്കനും തലക്കര ചന്തുവുമൊക്കെ പഴശ്ശി തമ്പുരാൻ പറയുന്നത് കേട്ട് പോരാടാൻ ഇറങ്ങി നിന്നു. നമുക്ക് ആ വീരതയുടെ കഥ എത്രമാത്രം നമ്മളിൽ സ്വാധീനം ചെലുത്തിയെന്നറിയണമെങ്കിൽ പിൽക്കാലത്ത് മലയാളത്തിൽ വളരെ ഹിറ്റായ ഒരു സിനിമാ പാട്ടുണ്ട്. വയലാർ രാമവർമ്മ എഴുതിയ ഒരു പാട്ട്: കൊതുമ്പുവെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, നിന്റെ കൊയ്ത്തരിവാൾ പണിതതേതൊരു കൊല്ലപ്പണിക്കെത്തി. ഇപ്പൊ ആ പാട്ട് എഴുതിയ 2 ജാതി സംഘടനകൾ മിനിമം കേസ് കൊടുക്കും. ഒന്ന് പുലക്കള്ളി എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും, പിന്നെ കൊല്ലപ്പണിക്കെത്തിയെന്നുണ്ട്. 2 പ്രയോഗവും. ഒരു സാധാരണ പെൺകുട്ടി, ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു പോകുന്നത് കാണുമ്പോൾ അവളോട് ചോദിക്കുകയാണ്: നിന്റെ കൊയ്ത്തരിവാൾ പണിതതേതൊരു കൊല്ലപ്പണിക്കെത്തി. അവൾക്ക് വേണമെങ്കിൽ ആ നാട്ടിലുള്ള ഏതെങ്കിലും കൊല്ലപ്പണിക്കെത്തിയുടെ പേര് പറയാം അല്ലേ? അരിവാൾ പണിയുന്നത് അങ്ങനെയാണല്ലോ. പക്ഷേ വയലാർ ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച ഉത്തരം അങ്ങനെയല്ല. ഉണ്ണിയാർച്ച പെണ്ണിന് പണ്ടുറുമി തീർത്ത കൊല്ലത്തി. എന്റെ അരിവാളിന് മൂർച്ച കൂട്ടിത്തന്നത് ഉണ്ണിയാർച്ച പെണ്ണിന് ഉറുമി തീർത്ത കൊല്ലത്തിയാണ്.
പഴശ്ശീല തമ്പുരാന് പരിച തീർത്ത കൊല്ലത്തി. പഴശ്ശീല തമ്പുരാന് പരിച തീർത്ത കൊല്ലത്തെയാണ്. നോക്കൂ, ഒരു സാധാരണ പെൺകുട്ടിയുടെ നാവിൻ തുമ്പിലേക്ക് ഒരു കവി ഇറ്റുകൊടുക്കുന്ന ആ വരികളിൽ ഉണ്ടാകുന്ന ദേശീയ വീര്യം, സനാതന ബോധത്തിന്റെ തികവ്, അവൾ ഉയർത്തിപ്പിടിക്കുന്ന വാളിന്റെ പിന്നാമ്പുറത്തുള്ളൊരു ചരിത്രത്തിൽ അവൾ ഊറ്റം കൊള്ളുന്നത് എങ്ങനെയാണ്? ആ സ്വാധീനം പഴശ്ശിപ്പടയ്ക്കുണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാവുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും പഴശ്ശി തമ്പുരാൻ ഉയർത്തിയ പോരാട്ടത്തിന്റെ വീര്യം? അദ്ദേഹം മരിച്ചിട്ട് 7 ആണ്ട് കഴിഞ്ഞ് 1812 കുറിച്യപ്പടനായകൻ രാമനമ്പി അദ്ദേഹം സൈനികരെയും ചേർത്ത്, സൈനികർ എന്ന് പറഞ്ഞാൽ വനവാസികൾ, കൂട്ടാളികൾ, അവരെയും ചേർത്ത് ബ്രിട്ടീഷുകാരുടെ പാളയങ്ങൾ ആക്രമിക്കും മുമ്പ് വള്ളിയൂർക്കാവിൽ പുൽപ്പള്ളിയിൽ, വയനാട്ടിലെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിന് മുമ്പിൽ വനവാസികളെയൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് രാമൻ നമ്പി ഒരു വിളംബരം നടത്തി. വേലുത്തമ്പി എളമ്പള്ളൂർ ഗോസായിത്തറയിലും രാമൻ നമ്പി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലും. എന്താ അദ്ദേഹം പറഞ്ഞത്? രാമനമ്പി പറഞ്ഞത്, മലദൈവങ്ങളും കുലദൈവങ്ങളും കോപിച്ചിരിക്കുന്നു, നമ്മുടെ വനഭൂമി അശുദ്ധമായിരിക്കുന്നു, ഈ വെള്ളക്കാർ നമ്മളെ അപായപ്പെടുത്തും, നമ്മുടെ ധർമ്മത്തെ ഇല്ലാതെയാക്കും, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, മുളങ്കാടുകൾ പൂക്കുന്നത് ദുശ്ശകുനമാണ്, നമ്മുടെ നാട്ടിൽ മുളങ്കാടുകൾ പൂത്തിരിക്കുന്നു, ഇത് നമ്മുടെ അപായ സൂചനയാണ്. നാം നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കാൻ ഇത്രകാലം നമ്മെ പോറ്റി വളർത്തിയ മലദൈവങ്ങളെയും കുലദൈവങ്ങളെയും രക്ഷിക്കാൻ പോരാടാൻ ഇറങ്ങണം. ഞാൻ ഇത്രയും വീരനായകന്മാരുടെ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇത് കേരളമാണ് എന്നൊരു വായ്ത്താരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഇത് കേരളമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. കേരളത്തിൽ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടി വരും. എന്താ ഇത് കേരളമാണ് എന്ന് പറയുന്ന ഭീഷണിയുടെ പിന്നിലുള്ളത്? ഈ കേരളത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണത്. നമ്മുടെ ഈ ചരിത്ര പുരുഷന്മാർ ഹിന്ദു വീരനായകന്മാരാണ് എന്ന് നമ്മളോട് പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒറ്റ വരി, ഒറ്റ മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇവരെ ഒതുക്കി കിട്ടിയത്. ഈ ചരിത്രം കുണ്ട്ര വിളംബരം അടിമുടി പഠിച്ചാൽ വേലുത്തമ്പിയിൽ ഉണ്ടായിരുന്ന ഹൈന്ദവ വീര്യം നാം അറിയും. മുക്കുവ പോരാളിയായിരുന്ന ചെമ്പിലരയനെ സേനാനായകനാക്കിയ വേലുത്തമ്പിയുടെ സർവാശ്ലേഷിത്വത്തെ കുറിച്ച് നാം അറിയും. ഓടിവള്ളത്തിൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളുമായി ബോൾഗാട്ടി പാലസിലേക്ക് കുതിച്ചുപാഞ്ഞ് മെക്കാളെ സാഹിബിനെ രായ്ക്ക് രാമാനം നാടുകടത്തിയ ചെമ്പിലരയന്റെ വീരകൃത്യങ്ങൾ നമ്മൾ അറിയും. നമ്മൾ അങ്ങനെ അറിഞ്ഞാൽ, വേലുത്തമ്പി ഹിന്ദു വീരനായകനാണെന്നറിഞ്ഞാൽ, നമ്മൾ മാർത്താണ്ഡവർമ്മ പത്മനാഭനെ സമർപ്പിച്ചൊരു രാജ്യത്തിന്റെ സന്തതികളാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ, പഴശ്ശിരാജാവ് ശ്രീകൃഷ്ണ ജയം എന്നെഴുതി നീട്ടെഴുതിയ രാജാവായിരുന്നു എന്ന്, ഓർക്കലി ഭഗവതിയുടെ ഉപാസകനായിരുന്നു എന്നറിഞ്ഞാൽ, കുലധർമ്മത്തിനും മലദൈവങ്ങൾക്കും വേണ്ടി പോരാടിയവരാണ് വയനാട്ടിലെ വനവാസി സഹോദരങ്ങളെന്ന് നമ്മൾ അറിഞ്ഞാൽ, കാടും മേടും വനവും തീരവും അടക്കം എല്ലായിടത്തെയും കേരളത്തിലെ തലമുറകൾ ഈ സ്വത്വാഭിമാനത്തിൽ, ഹിന്ദുത്വാഭിമാനത്തിൽ ജ്വലിച്ചുണരും. അങ്ങനെ ഉണർന്നാൽ പിടിച്ചാൽ കിട്ടാത്ത വിധം നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യം കുതിച്ചുയരും. വർഷങ്ങൾക്ക് മുമ്പ് നാഗപ്പൂരിൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ രാജസ്ഥാനിൽ നിന്നെത്തിയ സഹപ്രവർത്തകർ, അവിടുത്തെ പ്രവർത്തകർ 10, 20, 30 ദിവസത്തെ ക്യാമ്പാണ്. ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു പൊതി കയ്യിൽ കൊണ്ടു തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു, കേരളത്തിൽ നിന്നൊക്കെ പോയ എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പിടി മണ്ണാണ്. അപ്പൊ ചോദിച്ചത്, എന്തിനാ ഈ മണ്ണ്? അപ്പൊ അവര് പറഞ്ഞു, ഇത് വെറും മണ്ണല്ല, ഇത് ഹാൽദി ഘാട്ടിയിലെ മണ്ണാണ്.
ഹാൽദി ഘാട്ടിയിലെ മണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റാണാ പ്രതാപന്റെ ചോര വീണ മണ്ണാണ്. റാണാ പ്രതാപന്റെ ചോര വീണിട്ട് കാലം എത്ര കഴിഞ്ഞു? എത്രയോ കാലം കഴിഞ്ഞു. ഇപ്പോഴും അവിടുത്തെ തലമുറ ഇത് ഹാൽദി ഘാട്ടിയിലെ മണ്ണാണ്, നിങ്ങളിത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്ക്. നമുക്ക് തോന്നിയിട്ടുണ്ടോ മണ്ണടിക്കാവിൽ നിന്നൊരു തരി മണ്ണെടുത്ത് ആർക്കെങ്കിലും കൊടുത്ത് വേലുത്തമ്പിയുടെ ചോര വീണ മണ്ണാണെന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഈ എളമ്പള്ളൂർ കാവിൽ പോയിട്ട് ഒരു തരി മണ്ണെടുത്ത് കുണ്ട്ര വിളംബരം നടത്തിയ മണ്ണിലെ മണ്ണാണിത്, നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കണമെന്ന് പറയാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാതിരിക്കാനാണ് ഈ പൗരുഷങ്ങളെ മുഴുവൻ നമ്മുടെ മുമ്പിൽ നിന്നും മറച്ചു കളഞ്ഞത്. ഈ ചരിത്രം നമ്മൾ പഠിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഈ ചരിത്രങ്ങളൊക്കെ ഉയർത്തു വരികയാണ്. ഇപ്പോൾ ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ, ചെങ്കോട്ടയിൽ വലിയ മ്യൂസിയം ഒരുങ്ങിയിട്ടുണ്ട്. ആ മ്യൂസിയത്തിലെ ഒരു ചിത്രം നമുക്ക് അഭിമാനിക്കാം. ഒരു ചിത്രം, ഒരു സിംഹാസനത്തിൽ ഒരു കൈയിൽ വാളും പിടിച്ച് കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുന്ന ഒരു രാജാവിന്റെ ചിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു സായിപ്പിന്റെ ചിത്രവുമുണ്ട്. ആ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്, ആ സായിപ്പ് ഡിലനോയിയാണ്. അത് ഈ 2 വർഷം മുമ്പ് സംഭവിച്ച അത്ഭുതമാണ്. രാജ്യം അത് തിരിച്ചറിയുന്നുണ്ട്. ആ തരത്തിലുള്ള ചരിത്രം നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രം ഈ രാഷ്ട്രത്തിന്റെ നവോത്ഥാനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ ഈ നവോത്ഥാനം എന്നൊരു പ്രയോഗം നടത്തുന്നത് പലപ്പോഴും ഒരൊറ്റ വിഷയത്തിൽ ഊന്നിയാണ്. ഞാൻ പറഞ്ഞത് ഈ നവോത്ഥാനം എന്ന് പറയുന്ന പ്രയോഗത്തിന് ആ ഒരു വിഷയം മാത്രമല്ല അവലംബമായിട്ടുള്ളത്. ഇതെല്ലാം ഈ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. ഇനി നമ്മുടെ ചരിത്രത്തിലേക്ക് വരാം, നവോത്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് വരാം. എന്താണ് നവോത്ഥാന നായകന്മാർ എന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന പേരുകൾ? ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, മഹർഷി ഓമലൻ, അയ്യ വൈകുണ്ഠസ്വാമികൾ, തൈക്കാട്ടയ്യാവ്, അങ്ങനെ എണ്ണമറ്റ ആളുകൾ. ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് തുഞ്ചത്താചാര്യനെ പോലെയുള്ളവർ, ചെറുശ്ശേരിയെയും കുഞ്ചൻ നമ്പ്യാരെയും പോലെയുള്ളവർ നവോത്ഥാന നായകരാന്ന് നമ്മളോട് പറഞ്ഞല്ലോ. ഈ എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരൊക്കെ വെറും കവികളാണ്. അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചെന്നുള്ള അങ്ങനെയാണ്. അവരെങ്ങനെയാണ് നമുക്ക് നവോത്ഥാന നായകരാകുന്നത്? എന്താണ് നവോത്ഥാനത്തിന്റെ അകക്കാമ്പായിട്ട് പ്രവർത്തിച്ചത്? ജാതി വിവേചനത്തിനെതിരായ പോരാട്ടം മാത്രമായിരുന്നില്ല അത്. ജാതിക്കതീതമായ ഹിന്ദു സമാജ സൃഷ്ടി എന്നുള്ളതായിരുന്നു ആ പോരാട്ടത്തിന്റെ അടിസ്ഥാനം, ആധാരം. ജാതിക്കതീതമായ സംഘടിത ഹിന്ദു സമാജ സൃഷ്ടി. കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിലും പെട്ട, എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾ പലതരത്തിലുള്ള ജീർണതകളിൽപ്പെട്ടിരുന്നു. എല്ലാവരും പരസ്പരം അടിച്ചമർത്താൻ വേണ്ടി മത്സരിച്ചിരുന്നു. നമ്പൂതിരിമാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. വിധവാ വിവാഹങ്ങൾ അടക്കം നടത്തി. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് നാടകം എഴുതി. 16-ാം വയസ്സിലാണ് അദ്ദേഹം അക്ഷരം എഴുതാൻ പഠിക്കുന്നത്. ആ 16-ാം വയസ്സിൽ അക്ഷരം എഴുതാൻ പഠിച്ച അദ്ദേഹം എണ്ണമറ്റ നാടകങ്ങൾ എഴുതി നമ്പൂതിരി സമുദായത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. മന്നത്ത് പത്മനാഭൻ നായർ സമൂഹത്തെ ഉദ്ധരിച്ചു. അവരോട് പറഞ്ഞു, നമുക്ക് 4 കെട്ടുകൾ വേണ്ട. എന്താണ് ഈ 4 കെട്ടുകളാണ് 4 കെട്ടുകളെ തകർത്തത് എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമുണ്ട്. കേസുകെട്ട്, വെടിക്കെട്ട്, താലികെട്ട്, കുതിരകെട്ട്. ഇതാണ് ഈ 4 കെട്ട്. ഉള്ള പണം മുഴുവൻ കടം വാങ്ങിച്ചാണെങ്കിലും താലികെട്ട് നടത്തും. പ്രമാണിത്തം കാണിക്കാൻ വേണ്ടി പട്ടിണി കിടക്കും. അയലത്തുകാരന്റെ കര കയ്യേറി അതിനുവേണ്ടി യുദ്ധം നടത്തി കേസുകെട്ട് നടത്തും. അമ്പലപ്പറമ്പിൽ കടം വാങ്ങിച്ച് കുതിരകെട്ട് നടത്തും. ചെട്ടികുളങ്ങര അമ്പലത്തിലെ കുറെ നായർ സമുദായങ്ങളൊക്കെ മന്നത്ത് പത്മനാഭനെ കൊണ്ടുവന്നു കുതിരകെട്ട് കാണാൻ. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളുടെ നാട്ടിലെ കുതിരയെ കണ്ടു, ഇത്ര വലുപ്പമുള്ള കുതിരയാണ്. അപ്പോൾ അവരൊക്കെ കുതിരയാണ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യൻ കുതിരപ്പുറത്ത് പോകുന്നതേ കണ്ടിട്ടുള്ളൂ, മനുഷ്യന്റെ പുറത്ത് കുതിര പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 1950 ഫെബ്രുവരി മാസം 15-ാം തീയതി
ചങ്ങനാശ്ശേരിയിൽ നടന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ മന്നത്ത് പത്മനാഭൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആർ ശങ്കർ അടക്കമുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നായകന്മാരും ഉണ്ടായിരുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നായിത്തീരണം എന്ന മന്നത്തിന്റെ ആഹ്വാനം, അതിപ്പോ തുടങ്ങിയ ആഹ്വാനമല്ല, ആ ആഹ്വാനത്തിന് ചെവിയോർത്ത് എല്ലാവരും ഇരുന്നു. അന്നാണ് അദ്ദേഹം എൻ്റെ പേരിൻ്റെ അറ്റത്തൊരു പിള്ള കിടക്കുന്നുണ്ട്, അത് ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. മന്നത്ത് പത്മനാഭ പിള്ള മന്നത്ത് പത്മനാഭനായി ജാതിക്കതീതമായ ഹിന്ദു സമാജ സൃഷ്ടി എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. നമ്മള് സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തെക്കുറിച്ച് നമുക്കറിയാം. വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞ വിഖ്യാതമായൊരു വാചകം നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്? ഇതൊരു ഭ്രാന്താലയമാണ്. ഇപ്പൊ എല്ലാവരും അതെടുത്ത് വീണ്ടും വീണ്ടും പറയും. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്താലയമാണ്. വിവേകാനന്ദൻ എന്ത് കണ്ടപ്പോഴാണ് ഇത് ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്ത് കണ്ടപ്പോഴാണ് വിവേകാനന്ദന് ഇത് ഭ്രാന്താലയമാണെന്ന് തോന്നിയത്? അദ്ദേഹം പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിൽ ജീവിച്ച രാമനെയും കൃഷ്ണനെയും വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സാധാരണപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ വഴിയെ കണ്ടാൽ അവനോട് മാറി നിൽക്ക് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള അഹങ്കാരമില്ലേ? ആ അഹങ്കാരികൾ ഇതേ ആൾ ഇങ്ങനെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഇതേയാൾ എവിടെയെങ്കിലും പോയി കുറച്ച് വെള്ളം തലയിൽ തളിച്ച് പേര് മാറ്റി പത്രോസ് എന്നോ മത്തായി എന്നോ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു വന്നിരുന്നാൽ പെരയ്ക്കകത്താണ് സ്ഥാനം. എന്തു തരം ഭ്രാന്താണിത്? മതം മാറി വന്നാൽ നിങ്ങൾ സ്വീകരിക്കും, ധർമ്മം മാറി വന്നാൽ നിങ്ങൾ സ്വീകരിക്കും. ഇതൊരു ഭ്രാന്താലയം എന്നല്ലാതെ എന്താണ് ഇതിനെ പറയേണ്ടത്? സ്വാമി വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച ഈ അപകടമില്ലേ, മതപരിവർത്തനം എന്ന് പറയുന്നൊരു അപകടം, ഈ അപകടത്തെ ചോദ്യം ചെയ്യുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ളവർ ചെയ്തത്. നെയ്യാറ്റിൻകരയിലൊക്കെ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ യാത്ര ചെയ്ത് മതം മാറിപ്പോയ ആളുകളെ തിരികെ കൊണ്ടുവന്നു. ചരിത്രമാണ്. ആ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് പറഞ്ഞ് പ്രചരണം നടക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ചതെല്ലാം ഹൈന്ദവ ക്ഷേത്രങ്ങളാണ്. അദ്ദേഹം എഴുതിയതെല്ലാം സ്തോത്രകൃതികളാണ്. അതല്ലാതെ ഒന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ മതേതരവാദിയാണ്, മതം വേണ്ട എന്ന് പറഞ്ഞയാളാണ് എന്നാണ് വാദം. എങ്ങനെയാണ് മതം വേണ്ട എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം മതം വേണ്ട എന്നാണ് എന്നൊരു വലിയ ചർച്ച നടന്നു. ആഗമാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ വീരവാണി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് ആഹാരത്തിന് പൊതുവെ ഏത് കറിയായാലും ഞാൻ കഴിക്കുന്നയാളാണ്. അങ്ങനെ ഇന്ന കറി ഉണ്ടെങ്കിലേ കഴിക്കൂ എന്ന് നിർബന്ധം എനിക്കില്ല. എന്നെ സമീപിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുകയാണ്, സ്വാമി ഇന്ന് വീട്ടിലേക്ക് വരുന്നു, സ്വാമിക്ക് ഞാൻ ആഹാരം തരും, അപ്പോൾ സ്വാമിക്ക് എന്ത് കറിയാണ് വേണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാവുന്ന ഉത്തരം കറി ഏതായാലും ആഹാരം നന്നായാൽ മതി എന്നാണ്. ഈ ശ്രീനാരായണ ഗുരുദേവന്റെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന മന്ത്രത്തെ വ്യാഖ്യാനിച്ചവനാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് എനിക്ക് പച്ചച്ചോറ് തന്നെയല്ലേ തരുള്ളൂ. കറി ഏതായാലും ആഹാരം നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറി വേണ്ടെന്ന, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മതമേ വേണ്ടെന്ന, വിശ്വാസം വേണ്ടെന്ന. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഗുരുദേവൻ ഈ മതം മാറിപ്പോയവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത്? അങ്ങനെ ചോദ്യമില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്? ഒരു വശം മാത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. മഹാത്മാ അയ്യങ്കാളി അദ്ദേഹം എന്തിനു വേണ്ടിയാ പൊരുതിയത്? അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട പുലയ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി പഠിക്കാൻ പള്ളിക്കൂടം ഉണ്ടാക്കി, കുടിപ്പള്ളിക്കൂടം ഉണ്ടാക്കി വെങ്ങാനൂരിൽ. ആ പള്ളിക്കൂടം ജാതി മേലാളന്മാർ കത്തിച്ചു കളഞ്ഞു.
ഞങ്ങൾക്ക് പാഠമില്ലെങ്കിൽ നിങ്ങൾക്ക് പാഠവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പാടത്തിറങ്ങില്ല, പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങില്ല എന്ന് പറഞ്ഞു. അവസാനം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ കർഷക സമരം നടത്തിയ അയ്യങ്കാളിയുടെ സമരവീര്യത്തിന് മുമ്പിൽ പതറിപ്പോയ ഭരണകൂടം അവർക്ക് വിദ്യാഭ്യാസത്തിന് അനുമതി കൊടുത്തു. സർക്കാർ അനുവദിച്ചാലും ഞങ്ങൾ പഠിക്കാൻ അനുവദിക്കില്ല എന്നായി. അങ്ങനെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കൂടി പൂജാരി അയ്യൻ എന്ന് പറയുന്ന ആളുടെ 8 വയസ്സുകാരി പെൺകുട്ടി പഞ്ചമിയുടെ കൈ പിടിച്ച് അദ്ദേഹം ഊരൂട്ടമ്പലത്ത് പള്ളിക്കൂടത്തിലേക്ക് കടന്നു ചെന്നൊരു ബെഞ്ചിലെത്തി, നീ അവിടെ ഇരിക്കെ, എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ പള്ളിക്കൂടവും ആ ബെഞ്ചും അവർ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ പോരാടി നേടിയൊരു പഠനത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ആ പോരാട്ടം എവിടെയാണ് നിന്നത്? ആ അധസ്ഥിത സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സവർണജാഥ നയിക്കാൻ മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവരുണ്ടായി. കല്ലുമാല വിപ്ലവം നടന്നു നമ്മുടെ തൊട്ടടുത്ത് പെരിനാട്. നമ്മൾ ഏതെങ്കിലും വർഷം ഈ പെരിനാട് കലാപത്തെക്കുറിച്ച്, കല്ലുമാല വിപ്ലവത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? പീരങ്കി മൈതാനത്ത് വിളിച്ചുകൂട്ടിയ വലിയ സദസ്സിന് മുമ്പിൽ കല്ലയും മാലയും പൊട്ടിച്ചെറിയാൻ അദ്ദേഹം സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ NSSന്റെ അധ്യക്ഷനായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരൻ നായരാണ്. അതിന്റെ അർത്ഥം എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും സ്വന്തം സമുദായത്തെ ശാക്തീകരിക്കുകയും അതേസമയം ആ സമുദായ ശാക്തീകരണത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സംഘടിത ഹിന്ദു സമാജം എന്ന് പറയുന്ന സ്വപ്നത്തെ കുറിച്ച് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ്. അവരാരും ഭിന്നിച്ചു നിൽക്കാൻ ആഗ്രഹിച്ചവരല്ല. ഹിന്ദു എന്ന് പറയുന്ന അസ്മിതയിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് കൈകോർത്തു നിന്നവരാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ മഹാകവി കുമാരനാശാൻ 1940-കളിലാണ് കൊല്ലത്ത് SNDP യോഗത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് എന്തുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളായി തുടരണം എന്ന് നടത്തിയ പ്രസംഗത്തിൽ വല്ലാതെ വിറളി കൊണ്ട് മിതവാദി പത്രം, C. കേശവന്റെ മിതവാദി പത്രം. ആരാണ് C. കേശവൻ? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെല്ലാം നശിപ്പിച്ച് അത് പറമ്പ് കൊത്തിക്കിളച്ച് കപ്പ നടണമെന്ന് പറഞ്ഞാൽ അതാണ് പിന്നീട് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും ഏറ്റുപാടി നടന്നത്. ആ C. കേശവന്റെ പത്രം കുമാരനാശാനെ എതിർത്തുകൊണ്ട് 2 മുഖപ്രസംഗം എഴുതി മിതവാദിയിൽ. 1923-ലാണ്, 40-ലല്ല. കുമാരനാശാൻ അതിന് മറുപടി പറഞ്ഞത് ഒരു കത്ത്, നീണ്ട ഒരു കത്ത് മിതവാദിക്ക് അയച്ചുകൊണ്ടാണ്. ആ കത്ത് അവർ പ്രസിദ്ധീകരിച്ചില്ല. മതപരിവർത്തന രസവാദം എന്ന രസകരമായൊരു പേരാണ് കുമാരനാശാൻ അതിൽ കൊടുത്തത്. അദ്ദേഹം മതപരിവർത്തനം കൊണ്ട് നിങ്ങൾ എന്തു നേടും എന്ന് ചോദിച്ചു. മിതവാദി പറഞ്ഞു നമ്മളെല്ലാം ബുദ്ധന്മാരാവും. കുമാരനാശാൻ ചോദിച്ചു, ബുദ്ധന്മാര് ഹിന്ദുക്കളല്ലേ? എന്താണ് ഈ ബുദ്ധന്മാർക്ക് അമിതമായ പ്രത്യേകത? ഞാൻ ഹിന്ദുവാണ്, ഏത് സമുദായത്തിൽപ്പെട്ടവനും ഹിന്ദുവാണ്. ഹിന്ദു വിഭാഗത്തിൽ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്, അവരെല്ലാം ഹിന്ദുക്കളാണ്. ബുദ്ധനും ഹിന്ദുവാണ്. അതിനകത്തെന്താ പ്രത്യേകത? അദ്ദേഹം ചോദിച്ചു, ധാരാളം ആളുകൾ ജാതി ഇല്ലാതാകുമെന്ന് കരുതി മതം മാറിയിട്ടുണ്ടല്ലോ, ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് മതം മാറിയിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കാരിരുമ്പുകളൊക്കെ തങ്കമായി തീർന്നു എന്നാണ് ചോദ്യം. മതം മാറിയാൽ ജാതി പോകുമെന്ന് കരുതി ക്രിസ്ത്യാനിയായവർ, ഇസ്ലാമായവർ ആ കാരിരുമ്പുകളൊക്കെ ഇനിയും തങ്കമായി തീർന്നിട്ടില്ല എന്ന് മിതവാദി പത്രാധിപർ ഓർക്കണം എന്നായിരുന്നു കുമാരനാശാന്റെ വാദം. ഇപ്പോ 1923-ലാണ് ആ കാരിരുമ്പുകളൊക്കെ തങ്കമായി തീർന്നു എന്ന് പൊള്ളിക്കുന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. ഇന്നിപ്പോ 2025-ആണ്. ആ കാരിരുമ്പുകളൊക്കെ ഇനിയും തങ്കമായി തീർന്നിട്ടുണ്ടോ എന്ന് അവർ മറുപടി പറയണം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, കേരളത്തിന്റെ അധികാര ചരിത്രം, കേരളത്തിന്റെ സാമൂഹിക ചരിത്രം, ഈ ചരിത്രമെല്ലാം ഹിന്ദു ധർമ്മത്തിന്റെ ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്.
ഹിന്ദു ഐക്യമായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. അതവർ പലപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് നിന്ന് സമരം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും അതിനെ പിന്തുടർന്നു പോയിട്ടുണ്ട്. പിൽക്കാലത്ത് ജനാധിപത്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ആ മുന്നേറ്റം പലതവണ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചകളിൽ ഒന്നായിരുന്നു 1984 എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനം. വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ പ്രധാന തന്ത്രിയായി പ്രവർത്തിച്ചത് പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ഗണപതി ഹോമ ചടങ്ങുകൾക്ക് ഈഴവ സമൂഹത്തിൽപ്പെട്ട പറവൂർ ശ്രീധരൻ തന്ത്രി അദ്ദേഹം മുഖ്യ കാർമ്മികനായി. അദ്ദേഹത്തിന്റെ പരികർമ്മിയായി നിന്നത്, അദ്ദേഹത്തിന് മാല എടുത്തു കൊടുക്കാനും ചന്ദനം കൊടുക്കാനും ഒക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടെ നിന്നത് സാക്ഷാൽ സൂര്യകാലടി ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ഏതെങ്കിലും പത്രങ്ങളിൽ, കേരളത്തിലെ ഏതെങ്കിലും ചരിത്രങ്ങളിൽ ഇങ്ങനെയൊരു നവോത്ഥാന മുന്നേറ്റം നടന്നതായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ആ വിശാല ഹിന്ദു സമ്മേളനത്തിന് മുമ്പ്, അതായത് സൂര്യകാലടി ഭട്ടതിരിപ്പാടിനെ പരികർമ്മിയാക്കി പറവൂർ ശ്രീധരൻ തന്ത്രി ഗണപതി ഹവനം നടത്തിയ ആ വിശാല ഹിന്ദു സമ്മേളനത്തിന് മുമ്പ് വരെ കേരളത്തിൽ കർക്കടക മാസത്തിന്റെ പേരെന്തായിരുന്നു? പഞ്ഞക്കർക്കടകം, പട്ടിണിക്കർക്കടകം. കർക്കടകം വന്ന മരണം കൂടെ വരും എന്നായിരുന്നില്ലേ? ഇപ്പൊ കർക്കടകത്തിന്റെ പേരെന്താ? ഇപ്പൊ കർക്കടകത്തിന്റെ പേരെന്താ? രാമായണ പുണ്യം വഴിയുന്ന ദിനരാത്രങ്ങൾ, രാമായണ മാസം. എങ്ങനെ വന്നതാ? ആ വിശാല ഹിന്ദു സമ്മേളനത്തിന് മുമ്പ് കാവി മുണ്ടെടുക്കാൻ ആളുകൾക്ക് മടിയായിരുന്നു. കാവി സന്യാസിയുടെ വേഷമാണ്, സന്യാസിമാര് മാത്രമേ അത് ഉടുക്കുള്ളൂ. ഇവിടെ തന്നെ ഇന്ന് എത്ര പേര് കാവ്യ മുണ്ടെടുത്തിട്ടുണ്ട്? ഹിന്ദുക്കൾ മാത്രമാണോ ഇപ്പൊ കാവ്യ മുണ്ടെടുക്കുന്നത്? കാവ്യമുണ്ട് ഇപ്പോഴത്തെ ലഹറാണ്, ഹരമാണ്, ഹിറ്റാണ്. എങ്ങനെ വന്നതാ? ആ വിശാല ഹിന്ദു സമ്മേളനത്തിന് മുമ്പ് ഓം എന്ന അക്ഷരം കാണണമെങ്കിൽ അമ്പലങ്ങളിൽ പോകണമായിരുന്നു. അന്ന് നാട്ടിൽ ഓം ഇൻ എവരി ഹോം എന്നൊരു മന്ത്രം ഉണ്ടായി, ഒരു ഇംഗ്ലീഷ് മന്ത്രം. ഓം ഇൻ എവരി ഹോം. പല രൂപത്തിൽ പല ഭാവത്തിൽ ഓമിന്റെ സ്റ്റിക്കറുകൾ വന്നു. വാച്ചിലൊട്ടിക്കുന്ന സ്റ്റിക്കർ, പൊട്ടായിട്ടൊട്ടിക്കുന്ന സ്റ്റിക്കർ, വാഹനങ്ങളിലൊട്ടിക്കുന്ന സ്റ്റിക്കർ, വീടുകളുടെ വാതിലിലൊട്ടിക്കുന്ന സ്റ്റിക്കർ, എവിടെയും എവിടെയും ഓം. ആ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് ഇത്. ഹിന്ദു നാടാണ്. ഹൈന്ദവന്റെ വിശ്വാസവും ജീവിതവും ചേർത്ത് പിടിച്ച നാടാണ്. ഈ നാട്ടിലാണ് പാലിയം വിളംബരം നടന്നത്. പിന്നീട് എന്താണ് പാലിയം വിളംബരം? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അക്കാലത്തെ പ്രചാരകനായിരുന്ന മാധവജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ ആചാര്യന്മാരെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്നു. അവര് പ്രഖ്യാപിച്ചത് ജന്മം കൊണ്ടല്ല ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത്, കർമ്മം കൊണ്ടാണ്. ജന്മം കൊണ്ട് ബ്രാഹ്മണരല്ലാത്തവർക്ക്, അബ്രാഹ്മണർക്ക് പൂജാകാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം എന്ന് ആചാര്യന്മാർ പ്രഖ്യാപിച്ചു. ആരെങ്കിലും പ്രഖ്യാപിക്കല്ല, സർക്കാർ പ്രഖ്യാപിക്കല്ല, കോടതി പ്രഖ്യാപിക്കല്ല, ആചാര്യന്മാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ആചാര്യന്മാർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ചരിത്രത്തിൽ ആദ്യമായി എറണാകുളത്ത് നീറിക്കോട് ശിവക്ഷേത്രത്തിൽ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകൻ രാകേഷിനെ മേൽശാന്തിയായിട്ട് നിശ്ചയിച്ചു. ഇപ്പോ യദുകൃഷ്ണൻ, അദ്ദേഹം തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചാലാണ്. അതാണ് വിപ്ലവം എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു വിപ്ലവമുണ്ട്. ഇങ്ങനെ ചരിത്രത്തിന്റെ തുടർച്ചകൾ നമുക്ക് അവകാശപ്പെടാനുണ്ട്. നവോത്ഥാനത്തിന്റെ തുടർച്ചകൾ, അടിമുടി നവോത്ഥാനവും ചരിത്രവും കേരളത്തിന്റെ ജീവിതവും ഹിന്ദുത്വത്തിൽ അന്തർലീനമായതാണ്. ഈ പഴയാർ പുതിയിടത്ത് ശ്രീ പാർവതി ക്ഷേത്രത്തിന്റെ സന്നിധാനം എന്ന് പറയുന്നത് കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പുനർജനിയം. അത് സ്വാഭാവികമായി സംഭവിച്ച ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മൺമറഞ്ഞു പോയ ഇത്രയധികം യതീശ്വരന്മാരുടെ, വീരപുരുഷന്മാരുടെ, അവരുടെ ജീവിതം കൊണ്ട് അവരെഴുതി ചേർത്ത ഹിന്ദുത്വത്തിന്റെ മഹാമുദ്രകൾ ഈ മണ്ണിൽ എവിടെയോ ഉറങ്ങിക്കിടന്നത് കൊണ്ടാണ് ഇപ്പോൾ അതിനുണരാൻ സാധിച്ചത്.
ഇതുവഴി വേലുത്തമ്പി പോയിട്ടുണ്ടെങ്കിൽ, വേലുത്തമ്പിയുടെ പിന്നാലെ ഇതുവഴി വെള്ളക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ, അയാൾക്ക്, ആ വെള്ളക്കാർക്ക് ഇങ്ങനെ ഒരു സ്ഥലം അപകടമാണ് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അത് കാലങ്ങളെ മറികടക്കുന്ന വലിയ ദൈവീക ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിന് പുനർജനിക്കാതിരിക്കാൻ പറ്റില്ല. 7 നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ഒരു ക്ഷേത്രം ഇങ്ങനെ പുനരുജ്ജീവിക്കുകയും ഇതിനു മുന്നിൽ ഒരു ഭാരതമാതാ മണ്ഡപം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധം രാഷ്ട്രത്തോട്, ദേശീയതയോട്, ഹിന്ദു ധർമ്മത്തോട് ചേർന്ന് നിൽക്കും വിധം ഒരു നാട്, ഒരു ഗ്രാമം ഉണരുന്നു എന്ന് പറയുന്നത് നാളെയുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കേണ്ടുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ട് ചരിത്രവും കേരള ചരിത്രവും നവോത്ഥാനവും എന്ന വിഷയം ഒരു പകരക്കാരനായിട്ട് വന്നിട്ടാണ് ഞാൻ അവതരിപ്പിച്ചതെങ്കിലും അത്ര ഒരുപക്ഷെ ശംഖു അവതരിപ്പിക്കുന്ന അത്രയും പൂർണ്ണമോ ഒന്നും അല്ല എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിലും പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ ആളുകളെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒറ്റമാർക്ക് ചോദ്യത്തിൽ ഒതുങ്ങേണ്ടുന്നതല്ല നമ്മുടെ പൂർവികരുടെ ജീവിതഗാഥകൾ എന്നുള്ളത് കൊണ്ട് അത് പഠിക്കാനുള്ള ആലയങ്ങൾ, ഹിന്ദു ധർമ്മ പരിചയത്തിനുള്ള, ഹിന്ദു ജീവിതചര്യ പഠിക്കുന്നതിനുള്ള ആലയങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ആരംഭിക്കാൻ സാധിക്കണം. ഇത് നമ്മുടെ വീടുകളിൽ നമുക്ക് പിന്തുടരാൻ സാധിക്കണം. നമ്മുടെ വീടുകളിലെങ്കിലും ഹിന്ദു നായകന്മാർ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ അയ്യങ്കാളിയുടെ, പണ്ഡിറ്റ് കറുപ്പൻ്റെ, മന്നത്ത് പത്മനാഭൻ്റെ, വേലുത്തമ്പിയുടെ, പഴശ്ശിരാജാവിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവുക, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇവരൊക്കെ ഹിന്ദു നായകന്മാരായിരുന്നു എന്നുള്ള നിലയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ കൂടുതലായി പഠിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ ശ്രീ പാർവതി ദേവിക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.